മൃതദേഹങ്ങൾ കേടുകൂടാതിരിക്കാൻ അതിൽ രാസവസ്തുക്കൾ ചേർക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കേട്ടറിവുള്ളതാണ്. മീൻ കേടാകാതിരിക്കാൻ അതിൽ ഫോർമാലിൻ ഉപയോഗിക്കുന്നതും അങ്ങനെ ഫോർമാലിൻ ചേർത്ത മീൻ പിടിക്കപ്പെടാറുള്ളതുമൊക്കെ പലപ്പോഴും വാർത്തയാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കേടാകാതിരിക്കുന്ന മിൽമ പാലാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ കാലാവസ്ഥ. ദിവസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന പാൽ എങ്ങനെ സംഭവിക്കുന്നു? കറണ്ട് വന്നും പോയിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ മിൽമ പാലിന് ദിവസങ്ങളോളം ഒന്നും സംഭവിക്കുന്നില്ല. ഇത്രമാത്രം ശക്തമായ എന്ത് കെമിക്കലാണ് മിൽമ പാൽ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ഇതിന് ഉത്തരം തേടി ഇവിടെ ഒരു മിൽമ ഉപഭോക്താവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ശാസ്ത്രീയമായ ഒരു പരീക്ഷണത്തിലൂടെ അത് കണ്ടെത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഒരുപക്ഷെ കാരണം കണ്ടെത്താനാകാത്ത മലയാളിയുടെ പല അസുഖങ്ങൾക്ക് പിന്നിലെ വില്ലനും ഈ കെമിക്കലുകളാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയിലേക്ക്. ഏപ്രിൽ 9 വാങ്ങിച്ച മിൽമയുടെ പാലാണിത് ഈ തിളയ്ക്കുന്നത്. ഇന്ന് നോക്കിയപ്പം 11 ദിവസമായത്. ഈ 11 ദിവസമായിട്ടും ഈ പാലിന് ഒരു കേടുമില്ലാതെ കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഈ ഒരു പാല് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു. ഇത് എടുത്തില്ല. ഞങ്ങൾ അല്ലാത്ത പാലുണ്ടായിരുന്നല്ലോ, ഫാമിൽ നിന്ന് പാല് കൊണ്ടുവന്നായിരുന്നു. ഞങ്ങൾ ഇത് എടുത്തില്ല. എടുക്കാത്തതുകൊണ്ട് ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ അതിന്റെ കവറാണ് ഈ ഇരിക്കുന്നത്. ഈ കവറാണ്, അതാണ് കേരളം കണി കൊണ്ടൊന്ന് ഉണരുന്ന നന്മ എന്ന് പറയുന്ന മിൽമയുടെ പാലിന്റെ ഗുണമാണ്. ഇതിനകത്ത് എന്തുമാത്രം കെമിക്കൽ ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഇപ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പാലിന് ഇന്ന് 11 ദിവസമായി. 9 വാങ്ങിച്ച പാലാണ്. ഏപ്രിൽ 9 വാങ്ങിച്ച പാലാണിത്. അതിനൊരു കുഴപ്പമില്ലെന്നുള്ളതാണ്. ആ പാലിന്റെ അതിനകത്ത് എന്തുമാത്രം കെമിക്കല് ചേർന്നിട്ടുണ്ടെന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ. അത് ഇപ്പോഴും തന്നെ അതിന്റെ കവറാണിത്. ഇപ്പൊ ഞങ്ങൾ പൊട്ടിച്ചതേ ഉള്ളൂ. ഒരു സമയം ഇന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. ഇന്ന് ഈ ഡേറ്റ്, അതായത് 19-ാം തീയതി ഞങ്ങൾ ഇത് പൊട്ടിച്ചു. വെള്ളിയാഴ്ച പൊട്ടിച്ചാണ് ഞങ്ങൾ ഇത് തിളപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഇത് പ്രശ്നം ഇങ്ങനെ കണ്ടേക്കുന്നത്. കണ്ടോ, ഈ പാലിന് ഒരു കുഴപ്പവുമില്ല. അപ്പം ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് കുടിക്കുന്നത്. നമ്മളെ കുഞ്ഞു കുട്ടികളും പിന്നെ ജനങ്ങളും എല്ലാം കുടിക്കുന്ന ഈ പാല് തന്നെ താനാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, മിൽമയ്ക്കകത്തും കെമിക്കൽ ചേരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. Thank you for calling Milma. Please wait while we transfer your call to our executive. മിൽമയിലേക്ക് വിളിച്ചതിന് നന്ദി. നിങ്ങളുടെ കോൾ. നമസ്കാരം, ഞാൻ അഞ്ജു. മിൽമയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് താങ്കളെ സഹായിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് അജിത്ത് എന്നാണ്. മേഡം, ഈ മിൽമയുടെ പാല് ഒരു വരുമല്ലോ, മിൽമ പ്രൈം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാല്, അത് എത്ര ദിവസം വരെ അത് നിൽക്കും? നമ്മള് ഇന്ന് വാങ്ങിക്കുന്ന പാല് അത് എത്ര ദിവസം വരെ നിൽക്കും? അതിന്റെ വാലിഡിറ്റി എത്ര ദിവസം വരെ ഉണ്ട്? അത് അതിന്റെ കവറിന് തന്നെ എഴുതിയിട്ടുണ്ടാവുമല്ലോ സാർ, എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു. അപ്പൊ ഒക്കെ 3 ദിവസം ആയിക്കോട്ടെ, ഞാനത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഏപ്രിൽ 9 വാങ്ങിച്ച ഒരു കവർ പാലാണ് ഇത്, 28 രൂപയുടെ. ഹലോ, പറഞ്ഞോളൂ സാർ. 28 രൂപയുടെ ആ പാല് ഞാൻ എടുക്കാതെ കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇന്ന് 19, വെള്ളിയാഴ്ച, ഇന്ന് 11 ദിവസമായിട്ട് ആ പാല് കേടാവാതെ കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും ദിവസം ആ പാലൊക്കെ ഇരിക്കുമോ? നോർമലി 3 days ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത്രയും ദിവസം ആ പാല് ഇരിക്കുമ്പോ ആ കവറിനകത്ത് എന്തുമാത്രം കെമിക്കൽ ഉണ്ട് മേഡം? അതല്ല സാർ അത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നോ കേടാവുന്നില്ല എന്ന്? ഞാൻ യൂസ് ചെയ്ത് തിളപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ട്. ആ പാല് തിളപ്പിച്ച് വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. വീഡിയോ സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ആ പാല് കേടാവുകട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇന്ന് 11 ദിവസമായിട്ടും ആ പാലിന് ഒരു കുഴപ്പമില്ലാതെ ആ കവറിലിരുന്ന് ഞാനിപ്പോൾ എടുത്തത് അത് എടുത്തു വെച്ച് ഞാൻ തിളപ്പിച്ച് രാവിലെ തന്നെ എടുത്ത് തിളപ്പിച്ച വീണ്ടും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇത് എന്ന് വരെ ഇത് കേടാവാതിരിക്കുന്നോ അതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് എന്ന് വരെ കേടാവുന്നു. എൻ്റെ തെളിവ് സഹിതമുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പാടത്തെ വെച്ച് തിളപ്പിച്ചതിന്റെ കൃത്യ നടപടികൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് അറിയണമല്ലോ, ഈ പാല് കേടാവാത്തത് എന്താണെന്ന് എനിക്കറിയണം. ഹലോ, ഓക്കെ സാർ, എന്നാണ് ഇത് കവർ മേടിച്ചത്? 9-ാം തീയതി. ഈ 9-ാം തീയതി, അതായത് ചൊവ്വാഴ്ച 9-ാം തീയതിയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. ക്ഷമയുടെ ലൈനിൽ ഹോൾഡ് ചെയ്തത് നന്ദി സാർ. പറഞ്ഞോ മേഡം. ഞാൻ കോൾ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ.
ഹലോ ഹലോ. ആ സാർ പറഞ്ഞോളൂ. ഇത് ഞാൻ എനിക്കൊന്ന് സാറിനോട് ഞാൻ സംസാരിച്ചെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പേ വിളിച്ചിട്ട് ഈ 9 സംസാരിച്ചായിരുന്നു. അപ്പൊ സാറേ ഞാൻ ഓൾറെഡി അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ 9-ാം തീയതി സാറേ ഞാൻ ചോദിക്കുന്ന വേറൊന്നും അല്ല. ഈ 9-ാം തീയതി വാങ്ങിച്ച പാല് ഇപ്പോഴും ഞാൻ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കവറും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ എടുത്തു. ഈ പാല് കേടാവാഞ്ഞത് എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. സാറേ അതല്ല ഞാൻ പറഞ്ഞത്. സാറിന് നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസർ വിളിക്കും. ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ കോണ്ടാക്ട് ചെയ്തോളൂന്ന്. എന്തായാലും നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ വീണ്ടും നമുക്ക് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ഉണ്ട്. ഞാൻ മനസ്സിലാവാഞ്ഞിട്ടാണോ? ഹലോ സാറിന് നമ്മൾ പറയണത് മനസ്സിലാവാഞ്ഞിട്ടാണോ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല സാർ. എനിക്കിത് കണ്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസർ സാറിനെ കോണ്ടാക്ട് ശരി. ഓക്കെ അതായിക്കോട്ടെ. ഞാൻ വിളിയും കാത്തിരിപ്പുണ്ട്. എന്തായാലും പാല് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കേടാവുന്നിടം വരെ ഞാൻ സൂക്ഷിക്കും. ഞാൻ ഈ പരാതിയുമായി അദ്ദേഹം കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന മിൽമയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥർ കോൾ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കുന്നു. ഒടുവിൽ അത് മാർക്കറ്റിംഗ് ഹെഡിലേക്ക് കൈമാറാം. അദ്ദേഹം താങ്കളെ വിളിക്കും എന്ന മറുപടിയോടുകൂടി അവിടെ കോൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ഉത്തരം കിട്ടേണ്ടത്, ഇതിന് ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. കാരണം നമ്മളുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിലൂടെ അവരുടെ ശരീരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷവസ്തുക്കൾ ചെല്ലുന്നു എന്നതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.